2024 ഇതാ എത്തിക്കഴിഞ്ഞു. ഓരോ പുതുവർഷത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ചെറിയ കടലാസിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എഴുതി വെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരാവേശത്തോടു കൂടി അവയൊക്കെ ചെയ്തു തീർക്കുവാനും ശ്രമിക്കാറുണ്ട്. 2023 തുടക്കത്തിൽ നിങ്ങളും ഞാൻ ഈ സ്കിൽ പഠിക്കും, ഈ മേഖലയിൽ ഞാൻ എക്സ്പേർട്ട് ആവും തുടങ്ങിയ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പിന്നെ പതിയെ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ ആവേശം തണുത്തു തുടങ്ങും. 95% ആളുകൾ ഈ റെസൊല്യൂഷനെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള 5% പേർ അവരുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നു, ഡെയിലി എഫേർട്സ് നടത്തുന്നു. ഒടുവിൽ ഇവർ അൾട്രാ പെർഫോമൻസ് ആവുകയും അവരവരുടെ മേഖലകളിൽ ഉയരങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ 5% പേരും ഒരു പാറ്റേൺ പിന്തുടരുന്നു. ജീവിതത്തിൽ ഏതൊരു കാര്യവും നേടിയെടുക്കാൻ ആവശ്യമായ ഒരു ഫോർമുല ഇവർക്കറിയാം. ആ പാറ്റേൺ എന്താണ്, ആ ഫോർമുല ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ പാത പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിലെ 95% ആളുകളേക്കാൾ മികച്ച ഒരാളായിത്തീരും. 2008 മാൽക്കോം ഗ്ലാഡ്വെൽ ഔട്ട്ലയേഴ്സ് ദ സ്റ്റോറി ഓഫ് സക്സസ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ഇതിൽ അദ്ദേഹം ആൻഡസ് എറിക്സന്റെയും ബിൽ ചേസിന്റെയും ഒരു തിയറിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ സ്കില്ലിൽ നിങ്ങൾ മനഃപൂർവ്വമായി 10,000 മണിക്കൂറുകൾ പരിശീലിക്കുകയാണെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ അതിവിദഗ്ധൻ, അതായത് അൾട്രാ പെർഫോമറായി മാറും. എന്തെങ്കിലും പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമയം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസിസ്റ്റന്റായി ആ സമയത്തെ ഫോക്കസോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വേൾഡ് ബീറ്ററായി മാറും. വേൾഡ് ബീറ്റർ. ഈ 10,000 അവർ തിയറി അനുസരിച്ച് ദിവസവും ഏകാഗ്രമായി 2 മണിക്കൂർ വീതം ഒരു കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം മാസ്റ്റർ ചെയ്യാനായി നിങ്ങൾക്ക് 5,000 ദിവസങ്ങൾ, അതായത് 14 വർഷം വേണ്ടിവരും. അതിനുശേഷം ആ കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഇനി നിങ്ങൾ ദിവസവും 5 മണിക്കൂറാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5.5 വർഷം വേണ്ടിവരും. നിങ്ങൾക്ക് ആ മേഖലയിൽ എക്സ്പേർട്ടാണ്. കാരണം ഒരു ദിവസം ഏതെങ്കിലും ഒരു സ്കില്ലിൽ 4-5 മണിക്കൂറിൽ കൂടുതൽ പരിശീലിക്കുക എന്നത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ ബ്രെയിൻ രൂപപ്പെട്ടിട്ടുള്ളത് ഈ മാതൃകയിലാണ്. ഉദാഹരണത്തിന്, കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ 8-9 മണിക്കൂറുകൾ വരെ ജോലി ചെയ്യാറുണ്ട്. എന്നാൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയും ഊർജത്തോടു കൂടിയും അവർക്ക് പരമാവധി 4-5 മണിക്കൂർ വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി സമയം ശരീരവും ബ്രെയിനും കഷ്ടിച്ച് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ 10,000 മണിക്കൂറിന്റെ നിയമം പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം ജീവിതം വളരെ ചെറുതാണ്. എന്നാൽ 5 വർഷം 14 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. പലർക്കും ഈ കാലയളവിൽ അത്രയും ചിലപ്പോൾ കോൺസിസ്റ്റന്റ് ആയി ഇരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഒരുപാട് സമയം ഒരേ കാര്യം ചെയ്യുമ്പോൾ ബോറടിച്ച് പലരും പകുതി വഴിക്ക് ഗിവപ്പും ചെയ്യും. അതുകൊണ്ട് ഇതേ തിയറിയിൽ റിസർച്ചും എക്സ്പെരിമെന്റും ഒക്കെ ചെയ്ത് പുതിയൊരു നിയമം ഉണ്ടായി. അതാണ് 100 മണിക്കൂർ നിയമം. ഇതിലൂടെ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏതെങ്കിലും സ്കിൽ മാസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. പഠനത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കരിയർ രൂപപ്പെടുത്താനായും ഈ മാർഗം ഉപയോഗിക്കാവുന്നതാണ്. എലോൺ മസ്ക്, വാരൻ ബഫറ്റ്, പീറ്റർ തീൽ, ഈ 3 പേരും ഇതേ 100 മണിക്കൂർ നിയമമാണ് പിന്തുടരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന വാരൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് സ്കിൽസ് കണ്ടുപിടിക്കുക, അത് പഠിക്കുക. ഇനി ഈ മേഖലയിലേക്ക് നിങ്ങളുമായി ആരെങ്കിലും പോരിന് വരികയാണെങ്കിൽ വിജയം നിങ്ങളുടേത് മാത്രമാകുന്ന തരത്തിൽ ആ സ്കിൽസിൽ പവർഫുൾ ആവേണ്ടതാണ്. അദ്ദേഹം സർക്കിൾ ഓഫ് കോമ്പിറ്റൻസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ നിങ്ങൾക്ക് 2 വൃത്തങ്ങൾ കാണാം. ആ വൃത്തങ്ങളുടെ ഏരിയ നിങ്ങളുടെ അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പിയാനോ, എഴുത്ത്, ക്രിക്കറ്റ്, എക്സൽ തുടങ്ങി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്നതെല്ലാം. ഇനി അകത്തെ വൃത്തത്തിൽ കാണുന്നത് നിങ്ങളുടെ മികച്ച സ്കിൽസാണ്. ആളുകൾക്ക് മനസ്സിലാകാത്തതും ഇത് തന്നെയാണ്. അവർ ഏത് സ്കില്ലിലാണ് ബെസ്റ്റ് എന്നത്. ഇമോഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് സെൽഫ് അനാലിസിസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലാണ് നിങ്ങൾ എഴുതുന്നത് എന്ന് കരുതുക. എന്നാൽ നിങ്ങളുടെ മനസ്സ് ക്രിക്കറ്റ് കളിക്കണം, ക്രിക്കറ്റർ ആവണം എന്നൊക്കെ പറയും. എന്നാൽ നേരെ ചൊവ്വെ ബാറ്റ് പിടിക്കാൻ പോലും നിങ്ങൾക്കറിയില്ല. ക്രിക്കറ്റിൽ നിങ്ങൾ ആവറേജ് ആണ്. ഈ അവസരത്തിലാണ് ഇമോഷൻസിനെ മാറ്റി നിർത്തി സെൽഫ് അനാലിസിസ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏത് മേഖലയിലാണ് നിങ്ങൾ ബെസ്റ്റ് എന്നത്. ആ സ്കില്ലെടുക്കുക, അതിനെ കൂടുതൽ മികച്ചതാക്കുക. ആ വൃത്തത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുകയേ ചെയ്യരുത്. ജസ്റ്റ് സ്റ്റേ ഇൻസൈഡ് ദിസ് സർക്കിൾ. കാരണം 2, 4, 10, 12, 36 സ്കിൽസിനൊക്കെ പിന്നാലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നിലും എക്സ്പേർട്ട് ആകുവാൻ സാധിക്കില്ല. ഒരു സമയം പല സ്കിൽസിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുക. ധാരാളം സ്കിൽസിൽ ആവറേജ് ആയിരുന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും തന്നെ നേടാൻ സാധിക്കില്ല. എന്നാൽ
ഏതെങ്കിലും ഒരു സ്കില്ലിൽ മികച്ചതാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ സാധിക്കും. മൾട്ടിപ്പിൾ സ്കിൽസ് പഠിക്കുക, എന്നാൽ ഒരു സമയം ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിൽ തന്നെ ഏറ്റവും ആദ്യം നാം ഏതിലാണോ മികച്ചത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി നമുക്ക് 100 മണിക്കൂർ നിയമം എന്താണെന്ന് നോക്കാം. ഏത് പാറ്റേൺ ഫോളോ ചെയ്താൽ നിങ്ങൾ ലോകത്തിലെ 5% ആളുകളിൽ ഒരാളാകും? ആ ഫോർമുല എന്താണ് എന്നൊക്കെ നോക്കാം. സ്വഭാവം മെച്ചപ്പെടുത്തുന്നതിനായി അധ്വാനിക്കുന്നതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഷോർട്സ് ടു സക്സസ് എന്ന ഓഡിയോ ബുക്ക് കേൾക്കാവുന്നതാണ്. 38,000 പേരിൽ കൂടുതൽ ഇത് കേട്ടുകഴിഞ്ഞു. 2 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള അൺലോക്ക് യുവർ സബ് കോൺഷ്യസ് പവർ എന്ന ഓഡിയോ ഷോയും കേൾക്കാവുന്നതാണ്. ഇവയിൽ നിന്നും നിങ്ങൾക്ക് എണ്ണാനാവാത്ത അത്രയും പ്രിൻസിപ്പിൾസ് ലഭിക്കുന്നതാണ്. ജോഗിംഗ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഈ ഓഡിയോസ് കേൾക്കാവുന്നതാണ്. ഇനി നമുക്ക് 100 അവർ റൂൾ എന്താണെന്ന് നോക്കാം. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കില്ലിൽ മികവ് നേടാൻ നിങ്ങൾ വെറും 1 വർഷം ദിവസവും 18 മിനിറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അതേ സ്കില്ലിൽ ജോലി ചെയ്യുന്ന 95% പേരെക്കാളും മുന്നിലെത്തും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദിവസവും വെറും 18 മിനിറ്റ്സ് മാത്രം. ഇത് എത്ര ചെറിയ സമയമാണ്. എന്നാൽ എല്ലാ ദിവസവും കൃത്യമായി ആരും ഇത് ചെയ്യാറില്ല. 4 5 അല്ലെങ്കിൽ 10 ദിവസം ചെയ്തതിന് ശേഷം നിർത്തിവെക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം കലണ്ടറിൽ ഇന്നത്തെ ദിവസം മാർക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഈ കാര്യത്തിനായി 18 മിനിറ്റ്സ് നൽകണമെന്നും അതോടൊപ്പം തന്നെ 1 വർഷം കഴിഞ്ഞ് ഇത് എന്താവുമെന്ന് ഞാൻ തീർച്ചയായും നോക്കാം എന്നുമുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസവും 1 മണിക്കൂർ ചലഞ്ചും പിന്തുടരാവുന്നതാണ്. അതായത് 3 മാസത്തോളം നിങ്ങൾ തുടർച്ചയായി ആക്റ്റീവ് ലേൺ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ ബിഗിനറിൽ നിന്നും എക്സ്പേർട്ടായി മാറുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയമെല്ലാം കൂടിച്ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രിയേറ്റീവ് ഫ്ലോ ഉണ്ടാക്കുന്നു. ഇതൊരു ഒഴുക്കായി മാറിക്കഴിയുമ്പോൾ ഇടയ്ക്ക് നിന്ന് പോവില്ല. എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ക്രമേണ അതൊരു ഫ്ലോ ആയി മാറും. ഇനി ഈ നിയമം ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിൻ്റെ ഫോർമുലയാണ് ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇൻടു സ്കിൽ സെലക്ഷൻ ഇൻടു 100 hours ഈസ് ഈക്വൽ ടു വേൾഡ് ക്ലാസ് സ്കിൽ. ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ദിവസവും പരിശീലിക്കുവാനായി സ്വയം ഫോഴ്സ് ചെയ്യുക എന്നതാണ്. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും സ്കിൽ പഠിക്കേണ്ടതാണ്. ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഓഫാക്കുക. മുറിയുടെ ജനാലകളും വാതിലും ഒക്കെ അടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പരിശീലിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ഗ്രാഫിക് ഡിസൈൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. എല്ലാ ദിവസവും യാതൊരുവിധ മടിയും കൂടാതെ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ 1 മണിക്കൂർ പരിശീലിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ 1 സെക്കൻഡ് പോലും കുറയാതെ 1 മണിക്കൂർ മുഴുവനും എടുത്ത് പരിശീലിക്കുക. 3 മാസത്തിന് ശേഷം എത്രയെത്ര മികച്ച പോസ്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുവാൻ സാധിക്കും. ഇനി ഫോർമുലയുടെ അടുത്ത ഭാഗമാണ് സ്കിൽ സെലക്ഷൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്കൂളിലായിരിക്കുമ്പോൾ 1 വർഷം മുഴുവൻ പഠിക്കേണ്ട കാര്യം വർഷാവസാനം പഠിച്ചിരുന്നത്. മുഴുവൻ വർഷവും പഠിക്കാതിരിക്കുകയും പരീക്ഷയുടെ തലേദിവസമാകുമ്പോൾ നമ്മൾ സിലബസ് മുഴുവൻ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അത് സ്കൂളും ഇത് ജീവിതവുമാണ്. 1 ദിവസം കൊണ്ട് ഹിമാലയം കീഴടക്കാൻ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് റൈറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ചെറിയ ചെറിയ ടാർഗറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കില്ലിനെ ഒരുപാട് മൈക്രോ സ്കിൽസ് ആക്കി മാറ്റേണ്ടതുണ്ട്. ഉദാഹരണത്തിന് റൈറ്റിങ്ങിനെ 4 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് റിസർച്ചിങ് ആണ്. റൈറ്റിംഗ് പഠിക്കുന്നതിന് മുന്നെയായി കോണ്ടന്റ് റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ടോപ്പിക്കിനെ പറ്റി എവിടെ നിന്നുമൊക്കെ കോണ്ടന്റ് കളക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. 10 ദിവസം തുടർച്ചയായി നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തേതാണ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക എന്നത്. ഏതെങ്കിലും ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിനെ ആകർഷണീയമാക്കുന്നതിനായി നിങ്ങളുടെ പക്കൽ ഒരു സെന്റൻസിനെ തന്നെ അവതരിപ്പിക്കുന്നതിനായി 10 ഐഡിയാസ് എങ്കിലും ഉണ്ടാവണം. അതായത് ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേതാണ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് എഡിറ്റിംഗ്. അതായത് ഒരു കാര്യത്തിനെ ഒരു കഥ പോലെ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നറിഞ്ഞിരിക്കുക. എഡിറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങളിൽ കൃത്യമായ മാറ്റം വരുത്തി നാം ഉണ്ടാക്കിയെടുക്കുന്ന 2ാമത്തെയോ 3ാമത്തെയോ പതിപ്പിനെ ഉപയോഗിക്കുക എന്നതാണ്. ഇനി 4ാമത്തേതും അവസാനത്തേതുമാണ് മോണിറ്റൈസേഷൻ. നിങ്ങൾക്ക് റൈറ്റിംഗ് ചെയ്തുകൊണ്ട് എവിടെ നിന്നും പണം സമ്പാദിക്കാം എന്ന് കണ്ടെത്തുക. അതായത് അവസരങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അപ്രോച്ചിങ് സ്കിൽസ് കണ്ടുപിടിക്കുക.
ഇതേ കാര്യങ്ങൾ നിങ്ങൾ ഫോട്ടോഗ്രാഫിയിലും വീഡിയോ എഡിറ്റിംഗിലും AI പഠിക്കുന്നതിലും ട്രേഡിംഗ് പഠിക്കുന്നതിലും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, എന്നാൽ അതിനെ മൈക്രോ സ്കിൽസ് ആക്കി ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം പടിപടിയായി ഓരോന്നും പൂർത്തിയാക്കേണ്ടതാണ്. പ്രസിദ്ധനായ സംരംഭകനും ലൈഫ് സ്റ്റൈൽ ഗുരുവുമായ ടിം ഫെറിസ് പറഞ്ഞ ഒരു തിയറിയാണ് 4 അവർ തിയറി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്കിൽ പഠിക്കുന്നതിനുള്ള മികച്ച രീതിയാണ് DSSS. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡി എന്ന് വെച്ചാൽ ഡീകൺസ്ട്രക്ഷൻ, അതായത് ഒരു സ്കില്ലിനെ പല ഭാഗങ്ങളായി മാറ്റേണ്ടതുണ്ട്. അതായത് കുറച്ച് മുൻപേ പറഞ്ഞ മൈക്രോ സ്കിൽസ് പോലെ. ഇനി S എന്ന് വെച്ചാൽ സെലക്ഷൻ. നിങ്ങൾ ഡിവൈഡ് ചെയ്തു വെച്ചിട്ടുള്ള മൈക്രോ സ്കിൽസിൽ 25% വളരെയധികം മൂല്യമുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഈ 25% നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഇതാണ് പഠിച്ചു തീർക്കേണ്ടത്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സെലക്ഷൻ. ഇനി മൂന്നാമത്തെ S ആണ് സീക്വൻസ്, അതായത് പരിശീലിക്കുന്നതിനായി ഒരു ഓർഡർ ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം പരിശീലിക്കേണ്ടത് ഏതാണ്, അതിനുശേഷം എന്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് സീക്വൻസിൽ വരുന്നത്. അവസാനത്തെ S ആണ് സ്റ്റേജസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് എപ്പോഴെങ്കിലും ഈ പഠനം നിർത്തിവെച്ചാൽ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു തുടങ്ങിയതിനു ശേഷം അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതിനെ നെഗറ്റീവ് മോട്ടിവേഷനായിട്ടും നിങ്ങൾക്ക് കരുതാം. അതായത് ഇത് ചെയ്തേ പറ്റൂ, ഇനി മറ്റൊരു മാർഗമില്ല, അതുകൊണ്ട് ഇത് തന്നെ പഠിക്കൂ, ഇത് പഠിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കൂ, ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ, ഒരു സ്കില്ലിനെ ധാരാളം മൈക്രോ സ്കിൽസ് ആക്കി ഡിവൈഡ് ചെയ്ത് ആ മൈക്രോ സ്കിൽസിൽ മികച്ചതാവുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായി കരുതുക. ഏകാഗ്രമായ 100 മണിക്കൂർ നിങ്ങളെ ഏതെങ്കിലും മേഖലയിലെ എക്സ്പേർട്ടാക്കി മാറ്റും. ഈ റൂൾ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദൗർബല്യങ്ങളെ നിങ്ങളുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാവുന്നതാണ്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കോൺസിസ്റ്റൻസി. കോൺസിസ്റ്റൻസി ഇല്ലാതെ ഈ നിയമത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. ഇവിടെ നിന്നും ഞാൻ നിങ്ങൾക്ക് 2 തരത്തിലുള്ള ചലഞ്ചുകളാണ് നൽകുന്നത്. ഒന്ന് 365 ദിവസത്തേക്കുള്ളതും മറ്റേത് 90 ദിവസത്തേക്കുള്ളതും. നിങ്ങൾക്ക് പറ്റിയതെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഓർക്കുക, എല്ലാ ദിവസവും നിശ്ചയിച്ച കാര്യം നിങ്ങൾ ചെയ്യണം. ടഫ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് ഇതിൻ്റെ പാറ്റേൺ, ഏതാണ് ഫോർമുല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇക്കാര്യം നിങ്ങളുടെ മനസ്സിൽ തട്ടിയെങ്കിൽ കമൻറ്റിലൂടെ ചലഞ്ച് തുടങ്ങുന്നുവെങ്കിൽ യെസ് എന്നറിയിക്കുക. അതിനുശേഷം 90 365 ദിവസങ്ങൾക്ക് ശേഷം ചലഞ്ച് പൂർത്തിയാക്കിയോ എന്ന് കൂടി അറിയിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം 50 പേർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ തന്നെ ഞാൻ സന്തുഷ്ടനാണ്.